ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി വാഗമൺ. ഇടുങ്ങിയ റോഡിലെ അശാസ്ത്രീയ പാർക്കിംഗാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. ട്രാഫിക് പോലീസിന്റെ അഭാവം മൂലം കോലാഹലമേട് മുതൽ വാഗമൺ വരെ ദിവസവും ഗതാഗതക്കുരുക്ക് പതിവാണ്. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ വാഗമണിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു. വാഗമൺ ഇടുങ്ങിയ റോഡിൽ അശാസ്ത്രീയമായ പാർക്കിംഗ്, ട്രാഫിക് പോലീസിന്റെ അഭാവം എന്നിവ മൂലം കോലാഹലമേട് മുതൽ വാഗമൺ വരെ കിലോമീറ്ററുകളോളം ദൂരം ഗതാഗതക്കുരുക്ക് പതിവായിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ മുതൽ ജംഗ്ഷനിലെത്തുന്ന കാൽനട യാത്രക്കാർ വരെ ഗതാഗത തടസ്സം മൂലം ബുദ്ധിമുട്ടുകയാണ്. സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന ശനി ഞായർ ദിവസങ്ങളിലാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷം. സഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് യാതൊരുവിധ സംവിധാനവും വാഗമൺ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. സഞ്ചാരികളുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇറക്കിവിട്ട ശേഷം വാഹനങ്ങൾ വഴിയോരത്ത് തന്നെ പാർക്ക് ചെയ്യുന്നതാണ് ഇവിടെ പതിവ്. ബസ്സുകൾ ഉൾപ്പെടെ റോഡിന്റെ ഓരത്ത് പാർക്കിംഗ് നടത്തുന്നതിനാൽ മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നതിന് കഴിയാതെ വരുന്നു. സന്ദർശനം പൂർത്തിയാക്കി സഞ്ചാരികൾ മടങ്ങുന്നതുവരെ കോലാഹലമേട് മുതൽ വാഗമൺ ജംഗ്ഷൻ വരെ നിരനിരയായി വാഹനങ്ങൾ റോഡിൽ തന്നെ കിടക്കുകയാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. പാർക്കിംഗ് ഏരിയ ഇവിടെ തന്നെ ഒരുപാട് നാൾ മുമ്പ് ഇതായിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുവരെ അതിന്റെ വർക്ക് ഒന്നും തുടങ്ങിയിട്ടില്ല. ഒരു പാർക്കിംഗ് ഏരിയ വരുവാണെങ്കിൽ ഈ വണ്ടി ഒന്നും ഇതുപോലെ വഴി കിടക്കാനോ അവർക്ക് പെറ്റിയും കിട്ടത്തില്ല. ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് ഒരുക്കും. ഇപ്പോൾ അപകടങ്ങളും വളരെ കൂടുതലല്ലേ. ഏക കാരണം എന്താ വെച്ചാൽ എത്രയും വേണം നമുക്കൊരു പാർക്കിംഗ് ഏരിയ ഇടുക എന്നുള്ളൂ. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ സഞ്ചാരികളുമായി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. കൂടുതൽ വാഹനങ്ങൾ എത്തിത്തുടങ്ങിയതോടെ സ്ഥിതി സങ്കീർണമായിരിക്കുകയാണ്. വാഹനങ്ങളുടെ പാർക്കിങ്ങിന് പ്രത്യേകം സൗകര്യം ഒരുക്കാൻ ഇതുവരെയും മൊട്ടക്കുന്നിൽ കഴിഞ്ഞിട്ടില്ല. ഇവിടെയും വാഗമൺ ടൗണിലുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. അടിയന്തരമായി വാഗമണ്ണിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നാണ് സഞ്ചാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.